കുടുംബഭൂമിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ നഞ്ചിയമ്മയ്ക്ക് അനുകൂല വിധി. 4 ഏക്കർ സ്ഥലവുമായി ബന്ധപ്പെട്ട കേസിലാണ് അനുകൂല വിധി ഉണ്ടായത്. അയാൾ കൊല്ലം നമ്മൾ കേസ് നടന്നത് ആ മണ്ണിന് വേണ്ടിയിട്ട്. ഇനിയാവത് മക്കള് ഞാൻ 10 റുപ്യക്ക് ഉണ്ടാക്കിയാൽ അത് നിമ്മതിയായിട്ട് നിൽക്കട്ടെ. നമ്മൾ കുറേ ആയിട്ട് കുട്ടികൾ പെൺകുട്ടികൾ തന്നെ ഹൈക്കോടതി വരെ ഇത്ര കാലം എൻ്റെ കെട്ടിയവനെ മറിച്ചിട്ട് 13 വർഷമായി. അതുക്ക് മുമ്പിനിരുന്ന് നടക്കുന്ന ഒരു കേസാണ്. എനിക്ക് ചലച്ചിട്ടാണ് എന്ന് ഞാൻ കലേറ്റർ അമ്മൾക്ക് നോട്ടീസ് കൊടുത്തത്. ഞാൻ ഇരുന്നാലില്ലാതെ പോയാൽ എൻ്റെ കുട്ടികൾക്ക് എൻ്റെ ഭൂമി തിരിച്ചു കൊടുക്കണം. ഞാൻ ഇല്ലാത്ത കാലത്തിന് എൻ്റെ കുട്ടികളെ വിളിച്ച് കയറ്റിക്കൊണ്ട് നിങ്ങൾ കോടതിനെ ശല്യം ചെയ്ത് അവർക്ക് ഇതേ പറ്റിയിട്ട് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു. വിവരങ്ങളുമായി ഗോകുൽ VS ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ഈ നഞ്ചിയമ്മ നൽകിയിരുന്ന കേസ്? ഇത്ര കാലം കഴിഞ്ഞിട്ടും ഏതായാലും ഒരു നല്ല വിധി, അനുകൂല വിധി ഉണ്ടായതിൽ ആശ്വാസമായി എന്ന് തോന്നുന്നു. അതായത് 2013 ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതായത് മണ്ണാർക്കാട് സ്വദേശിയായ മാത്യു നഞ്ചിയമ്മയുടെ ഭൂമിയിൽ അവകാശം പറയുകയായിരുന്നു, അവകാശം വാദിക്കുകയായിരുന്നു. അതായത് നഞ്ചിയമ്മയുടെ ഭർത്താവിൽ നിന്ന് ഭൂമി വാങ്ങി എന്നുള്ളൊരു അവകാശമാണ് ഉന്നയിച്ചത്. ഈ അട്ടപ്പാടിയിൽ പല സ്ഥലങ്ങളിലും ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. അതിലൊന്നായിരുന്നു നഞ്ചിയമ്മയുടേതും. പക്ഷെ നഞ്ചിയമ്മ ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതിയിൽ പറഞ്ഞത് ഇത് തന്റെ ഭൂമിയാണ്, ഇത് ക്രയവിക്രയം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു നിലപാടിൽ നഞ്ചിയമ്മ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ആ വിഷയത്തിൽ നഞ്ചിയമ്മയ്ക്ക് അനുകൂലമായ ഒരു വിധി വരികയാണ്. അട്ടപ്പാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. ആദ്യമേ കേസ് മണ്ണാർക്കാട് കോടതിയിലായിരുന്നു, പിന്നീട് അട്ടപ്പാടിയിൽ കോടതി വന്നപ്പോൾ അവിടേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ 4 ഏക്കർ ഭൂമി നഞ്ചിയമ്മയുടേതാണെന്നാണ് അട്ടപ്പാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഈ ഭൂമി ആദിവാസി അതായത് നഞ്ചിയമ്മയുടെ ഭൂമിയാണ് എന്നൊരു തീരുമാനത്തിലേക്കാണ് കോടതി എത്തിയത്. പല മേഖലയിലും ഇത്തരത്തിൽ ആദിവാസി ഭൂമികൾ കയ്യേറുന്ന ഒരു വിഷയം അട്ടപ്പാടിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടായതുമാണ്. അത്തരത്തിൽ നിരവധി കേസുകളും കോടതിയിലുണ്ട്. അതിലൊരു കേസാണ് നഞ്ചിയമ്മയുടേത്. ആ നഞ്ചിയമ്മയ്ക്ക് അനുകൂലമായൊരു വിധി അതിലുണ്ടാകുന്നു. 2013 ഈ കേസിന്റെ ഒരു ആരംഭം വരുന്നത്. പിന്നീട് നഞ്ചിയമ്മ കേസ് ഏറ്റെടുക്കുകയും വാദിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ നിലവിലിപ്പോൾ ഈ ഒറ്റപ്പാലം കോടതിയെ അതായത് അപ്പീൽ നൽകാനാണ് എതിർകക്ഷിയായിട്ടുള്ള മാത്യുവിന്റെ തീരുമാനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.